വോട്ട് ചോർച്ച. കണ്ണൂരിലെ പോലെ CPM-ന് ആലപ്പുഴയിലും വോട്ട് ചോർച്ച. സുരേഷ് ഗോപിയുടെ ലീഡ് 61,553 വോട്ടുകൾ. സുരേഷ് ഗോപിയുടെ ലീഡ് 61,534 വോട്ടുകളാണ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ആരാ രണ്ടാം സ്ഥാനത്ത് നോക്കാം. VS സുനിൽകുമാറിനേക്കാൾ ഇപ്പോൾ അല്പം പിന്നിൽ, അതായത് ഏതാണ്ട് വെറും 7,000 വോട്ടുകൾക്ക് മാത്രം പിന്നിൽ നിൽക്കുകയാണ് കെ മുരളീധരൻ. ഒന്നാമത് സുരേഷ് ഗോപി, രണ്ടാമത് VS സുനിൽകുമാർ, മൂന്നാമത് ഇപ്പോൾ എത്തി നിൽക്കുന്നത് കെ മുരളീധരൻ. ആലപ്പുഴയിലെ വോട്ട് ചോർച്ച, കണ്ണൂരിലെ വോട്ട് ചോർച്ച CPM ചർച്ച ചെയ്യേണ്ടി വരും, CPM പരിശോധിക്കേണ്ടി വരും. വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ ലീഡ് 2,15,357 വോട്ടുകളാണ്. രാഹുൽ ഗാന്ധിയുടെ ലീഡ് 2,15,537. ഈ 2 ലക്ഷത്തിയൊക്കെ പറയട്ടെ, രാഹുൽ ഗാന്ധിയുടെ ലീഡാണ് നമ്മൾ ഈ കാണുന്നത് 250 എന്ന് പറയുന്നത്. 250 എന്ന് പറയുന്ന സീറ്റാണ് യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ ലീഡ്. അത് റായ്ബറേലിയിലെയും അല്ലെങ്കിൽ വയനാട്ടിലെ ലീഡല്ല. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാഹുൽ ഗാന്ധിയുടേത്, അഖിലേഷ് യാദവിൻ്റേത്, തേജസ്വി യാദവിൻ്റേത്, ഉദ്ധവ് താക്കറെയുടേത്, ശരത് പവാറിൻ്റേത്, ഇവരെല്ലാവരും ചേർന്ന ലീഡാണ്. ഇത് ആ തിരക്കിട്ട ചർച്ചകളാണ് ഡൽഹിയിൽ ആരംഭിച്ചത്. മനോഹരമായ ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം. വടകരയിൽ ഷാഫി പറമ്പിൽ വീണ്ടും ലീഡ് ഉയർത്തുകയാണ്. പ്രകടനമാണ് നോക്കൂ. സ്മൃതി ഉണ്ണി കൂടെ ഒരു കാര്യം ചോദിക്കട്ടെ. നോക്കൂ, വടകരയിൽ ഷാഫി ജയിക്കാൻ പോവാണ്. അപ്പോൾ പാലക്കാട് ഇനിയിപ്പോൾ മത്സരം വരും, ബൈ ഇലക്ഷൻ വരും. നോക്കൂ, ഇതാണ് ഇതെങ്കിൽ, അതായത് ഒരു സീറ്റ് LDF-നും 2 സീറ്റ് UDF-നും ആണെങ്കിൽ പാലക്കാട് സ്ഥിതി എന്താണ്? സംസ്ഥാന രാഷ്ട്രീയം മാറുന്നു. സംഭവിക്കില്ല. പാലക്കാട് MLA തന്നെ അധികാരത്തിൽ വരും. അവിടെ VK ശ്രീകണ്ഠൻ ലീഡ് അതാ സൂചിപ്പിക്കുന്നത്. VK ശ്രീകണ്ഠൻ ഗംഭീരമായ ലീഡാണ് പാലക്കാട് നടത്തിക്കൊണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വന്നാൽ അവിടെ സ്വാഭാവികമായും കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കാൻ സാധ്യത കൂടുന്നു. അതാണ് VK ശ്രീകണ്ഠന്റെ ലീഡ് സൂചിപ്പിക്കുന്നത്. VK ശ്രീകണ്ഠൻ വീര്യത്തോട് നിൽക്കുന്ന BJP നിങ്ങളിത് രാജ്യത്തെ പൊതു ട്രെൻഡ് പാലക്കാട് വരില്ല എന്നാണ് പറയുന്നത്. ഈ ട്രെൻഡ് തുടർച്ച ഉണ്ടാവുന്നേ പാലക്കാട്. ഞാൻ പറയുന്നത് വെച്ചാല് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ ബൈ ഇലക്ഷൻ നടന്നാല് ഒന്ന് അത് BJP-യും കോൺഗ്രസും തമ്മിലുള്ള ഫൈറ്റ് ആവും. 2 ആ ഫൈറ്റിലെ BJP ജയിക്കാനുള്ള സാധ്യത ഏറെയാണ്. ഈ വർദ്ധിത വീര്യത്തോടു കൂടിയാണ് BJP നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. BJP 240 കടത്തിയിരിക്കുന്നു. 244ലേക്ക് BJP എത്തുന്നു. കേവല ഭൂരിപക്ഷത്തിനും 28 സീറ്റുകൾ അകലെയാണ് ഇപ്പോൾ BJP. പാലക്കാട് UDF-ന്റെ ലീഡ് 51,968, കോട്ടയത്ത് 49,263, വയനാട്ടിലെ 2,15,557, ആറ്റിങ്ങലിൽ വെറും 257, വടകരയിൽ 54,864, സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിൽ 61,534. കോൺഗ്രസിന്റെ പ്രതികരണം, മോദി ധാർമ്മികമായി പരാജയപ്പെട്ടുവെന്ന് കോൺഗ്രസിന്റെ പ്രതികരണം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. മോദി ധാർമ്മികമായി ഇങ്ങനെ ഒരു പ്രതികരണം നടത്താൻ കോൺഗ്രസിന് കഴിഞ്ഞ രാഷ്ട്രീയ സാഹചര്യം അതാണ് പ്രധാനം. പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ രീതിയിൽ കോൺഗ്രസ് മാത്രമല്ല ഇന്ത്യ മുന്നണി എത്തി. ആറ്റിങ്ങലിലെ മാറി മറിയുകയാണ് ഫലം. ഇപ്പോഴത്തെ സൂചന അനുസരിച്ച് അല്പം മുമ്പ് വി ജോയിയാണ് മുന്നിലെങ്കിൽ ആറ്റിങ്ങൽ അടൂർ പ്രകാശ് 237 വോട്ടുകൾക്ക് ഇപ്പോൾ മുന്നിലാണ്. പുറത്തു നിർത്തിയ മഹുവ മൊയ്ത്ര ലീഡ് ചെയ്യുകയാണ്. കൃഷ്ണനഗർ മണ്ഡലത്തിൽ അമൃത റോയ് പിറകിലാണ്. 44,138 വോട്ടുകൾക്ക് മഹുവ മൊയ്ത്ര തിരിച്ചു വരും. സുരേഷ് ഗോപിയുടെ ലീഡ് 64,282 സുരേഷ് ഗോപിയുടെ ലീഡ് 64,282 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. തൃശ്ശൂരിൽ ഒരു പോരാട്ടം പോലും, തൃശ്ശൂരിൽ പിടിച്ചു നിൽക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ കോൺഗ്രസും CPI-യും സുരേഷ് ഗോപിക്ക് മുന്നിൽ പതറി നിൽക്കുന്ന